ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് തരിക്കഞ്ഞിയാണ്. വളരെ ഈസിയായി പെട്ടെന്ന് ഒരു തരിക്കഞ്ഞി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇനി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ചേർക്കേണ്ടത് 1.5 ടേബിൾ സ്പൂൺ ചവ്വരിയാണ്. ചവ്വരി പുതിർത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വേകും. ഇത് ഞാൻ പുതിർത്താതെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരു 4-5 മിനിറ്റൊക്കെ തിളപ്പിച്ചെടുക്കുമ്പോഴേക്കും വെന്ത് കിട്ടും. ഇപ്പോൾ അത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സേമിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുക. വറുത്തൊന്നും കൊടുക്കണ്ട കേട്ടോ, അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുക. സേമിയ ചേർത്തതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ റവയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. റവ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഒരു 2-3 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും റവയും സേമിയൊക്കെ നല്ല വെന്തിട്ടുണ്ടാവും കേട്ടോ. ഈ സമയത്ത് നമുക്കിതിലേക്ക് പാല് ചേർക്കണം. 1 ഗ്ലാസ് പാലാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പാൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പാലൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടി കൊടുക്കുക കേട്ടോ. ഞാൻ ഇത്രേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 2 ഏലക്ക ചതച്ചതാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കണം. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. മധുരം അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ കുറച്ച് കട്ടിയായിട്ട് തോന്നുക, കുറച്ച് ലൂസ് പോലെ നമുക്ക് പെട്ടെന്ന് കുടിക്കാൻ പറ്റുന്ന രീതിയിൽ വേണം. അപ്പോൾ അതിനുള്ളത് ഞാൻ ലേശം ചുടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് ചുടുവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം തീ ഓഫ് ചെയ്യുക. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയുമാണ്. ഇതെല്ലാം നെയ്യ് ചൂടായി വരുമ്പോൾ ഇതെല്ലാം ഒരുമിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇതാ ആയി വന്നിട്ടുണ്ട്. ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ. നല്ല ഇങ്ങനെ ബ്രൗൺ നിറമൊന്നും ആവണ്ട. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇത്രയേ ഉള്ളൂ. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ. താങ്ക് യു.